1 2 3 ഞങ്ങള് 3 അംഗ സംഘം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയി. സാധാരണ വീട്ടിൽ അകപ്പെടുമല്ലോ, ഇത് പുറപ്പെട്ടു പോയി. എങ്ങനെയാ അമ്മേ? പെട്ടുപോയി. കാരണം വീഡിയോ എടുക്കാനായിട്ട് സാമഗ്രികളുമായിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാ. അപ്പൊ ഈ ഡോറ് വലിച്ചടച്ചിട്ട് അടഞ്ഞുപോയി. ഇതിന് പിടി ഒടിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ തുറക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ താക്കോൽ എന്തേമേ, നമ്മുടെ ഡോറിന് പിടിയില്ലാത്ത സാഹചര്യം മൂലം നമ്മളിത് താക്കോൽ ഇട്ടിട്ട് വലത്തോട്ടാക്കുമ്പോ നമ്മൾ ആ ലോക്ക് അഴിക്കുന്ന ആ സംഭവം അകത്തോട്ടാവും. പക്ഷെ ഇത് മഴയാണ്ട് ലോക്കായിട്ട് ജാം ആയിട്ടിരിക്കുവോ അമ്മേ? എടാ എങ്ങനെ തുറക്കും? ചായ ഞങ്ങൾക്ക് ചായ വേണ്ടല്ലോ. അമ്മയ്ക്ക് മാത്രമല്ലേ ഉള്ളു ചായ. ഞാൻ വൈകിട്ട് തിന്നാൻ വെച്ചിരുന്ന പേരയ്ക്കകത്തായി പോയി. അത് തിന്നാൻ പറ്റാത്തതിന്റെ വിഷമം. അമ്മയ്ക്ക് എന്തിന്റെ വിഷമം? അമ്മയ്ക്ക് എന്ത് വിഷമം? ചായ ഇട്ടാത്തതിന്റെ വിഷമം. നിന്റെ എന്താക്കപ്പെട്ടു പോയത്? എന്റെ എന്തുവാ മേലത്തെ രാവിലത്തെ ദോശ 2 ഉണ്ട്. അല്ല, ഉപ്പുമാവ്. രാവിലത്തെ ഉപ്പുമാവ് കുറച്ചിരിപ്പുണ്ട്. അപ്പൊ അത് കഴിക്കാൻ പറ്റാത്തതിന്റെ വിഷമം. മഴയും പിടിച്ച് എന്താ ചെയ്യാനാ? ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഉഷയും കുടുംബവും. മര്യാദക്ക് തുണിയെല്ലാം അലക്കി ഉണക്കി ലൈൻ കട്ട് വിഷയത്തിൽ നിന്ന് വിട്ടുപോയി. ഞാൻ തുണി അലക്കാത്തതിന്റെ കേസ് ഇവിടെ സംസാരിച്ചോണ്ടിരുന്നത്. ഇനി ബാക്കി അവിടെ വിരിച്ചിട്ടേക്കുന്ന തുണി മടക്കി ഉടക്കി അല്ല കഴുകി ഉണക്കി മടക്കി തിരിച്ചു കൊണ്ട് വെച്ചില്ലെങ്കിൽ കേട്ടല്ലേ. ഓക്കെ, കൂട്ടത്തിൽ എനിക്ക് ആ മടിയെന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ നമ്മള് വിഷയത്തിൽ നിന്ന് വിട്ടു. ഈ ഡോറെങ്ങനെയും തുറക്കും. അമ്മയ്ക്ക് അത്യാവശ്യം, കാരണം അമ്മയ്ക്ക് ചായ കുടിക്കാൻ സമയമായി. എന്തോ ചെയ്യാം അമ്മേ? കൈ വിറയ്ക്കുന്നോ? അമ്മയുടെ കൈ വിറയ്ക്കുന്നുണ്ട്. നീ ശ്രമിക്കേ, ഞാൻ എന്റെ ശ്രമം കഴിഞ്ഞു. തിരിച്ചിട്ട് നന്നായിട്ട് തെള്ളുമ്പോഴേ ജാമായിരിക്കും. നോക്കിയാ ഒന്ന് മൻലാലിന്റെ കിണഞ്ഞുള്ള പരിശ്രമത്തിന് ഫലം എന്തോന്ന് നമുക്ക് കണ്ടറിയാം. ഇപ്പൊ ചായ കുടിക്കാതെ വീടിനകപ്പെട്ടപ്പോ ഉള്ള സന്തോഷം പറ. ചായ സന്തോഷമായോ? എന്റെ പേരൊക്കെ കൊണ്ടോ? പേരൊക്കെ വെട്ടിക്കീറ്. എന്തോ ഷൂട്ടിന് കൊണ്ടുപോയ സാമഗ്രികൾ തുറന്നു നോക്കി. എന്തൊക്കെയാണ്? തമിഴ്നാട്ടിൽ നിന്ന് വരുവാണ് അമ്മയുടെ ഭാഗത്ത്. എല്ലാ ഷാളും ഉണ്ടല്ലോ. കരടച്ച രസീത്. അതെന്തിനാ ഇതിനകത്താക്കിയേ? സഞ്ചിക്കകത്ത് കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോ കരടച്ച രസീത് വരെ കൊണ്ടുവന്നു. കേരള സർക്കാർ. എന്തോമ്മേ, പുതപ്പാന്നോ? അമ്മ പുതപ്പേ. പൈപ്പിൽ നിന്ന് വെള്ളം തീർന്നു പോയി. അതിന് ട്രോളുവാ അമ്മ മോനെ. ബക്കറ്റിൽ വെള്ളമില്ല. മഴയും പിടിച്ച് വെള്ളമില്ല. എന്താ ചെയ്യാനാ? വെള്ളം കോരിക്കൊണ്ടോ? പേരയ്ക്ക. ഹായ്. എനിക്കൊരു സമാധാനമായി. ഞാൻ തിന്നാൻ വെച്ചിരുന്ന പേരയ്ക്ക കൊണ്ടുവാ. അകൻ ചോമുന്ന പേരയ്ക്ക നിന്നുകൊണ്ട് മഴ. പേരയ്ക്ക മധുരം കുറവല്ലേ അമ്മേ? എത്ര കഷ്ണമുണ്ട് ഇനി? ഒരെണ്ണം വലുത്, ഒരെണ്ണം ചെറുതും. അവന് ചെറുത് കൊടുത്തു നോക്കാം. അതേ വന്നത് ഇതെന്തുവാ? കണ്ണിലൊഴിക്കാനോ? അതെന്താ കണ്ണിലൊഴിക്കാനോന്ന്? ഇച്ചിരി ഉള്ളന്ന്. അപ്പൊ മഴ മാറി വീഡിയോ എടുക്കാനായിട്ട് പോവാ. അപ്പൊ അമ്മയുടെ മടിയാണ് ഈ കാണുന്നത്. വാ, പിന്നെ നല്ല അഭിനയ. വാ, കൈ തരാം. വാ. വെറുതെ അഭിനയം എന്ന് വെച്ചാ ഇതാണല്ലേ അമ്മേ? ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞ് എന്റെ ക്ഷീണമായി കാണുന്നു അല്ലേ അമ്മേ? ഷൂട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പം അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചക്കപ്പേരി കിട്ടി. അമ്മേ, ബാക്കി എന്ത് ചെയ്യും? വെള്ളമാണോ എല്ലാം അങ്ങ് മണൂണോ? മഴ ഉണ്ടോ? തണുത്ത് പോയില്ലയോ? അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയാണെങ്കിലും കുറ്റം എന്തോ നമ്മൾ കുറ്റം പോലെ പറയില്ലേ അമ്മേ? വേണ്ട, കുറ്റം പറയണ്ട. അടിപൊളി ചക്കപ്പേരി. മറ്റേ കുറ്റം പറയുന്നു. ഒരാള് സ്നേഹത്തെ തരുമ്പോ അത് വായിക്ക് രുചി ഇല്ലെങ്കിൽ പോലും
നമ്മൾ തന്നെ നല്ലപോലെ ഭക്ഷിക്കണം. ഇതാണ് ഇന്ന് ഉഷാജിയുടെ നിന്ന് കിട്ടിയ അറിവ്. ഇനി അടുത്തടുത്ത അറിവുകൾ പകർന്നുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അയ്യോ പകര്. ഓക്കെ, ഈ ക്യാമറ അങ്ങ് ഓഫാക്കി. ചക്ക് പിരിയുണ്ടോ?